ഹലോ ഫ്രണ്ട്സ്, മലയാളികളായിട്ടുള്ള ക്രിക്കറ്റ് പ്രേമികൾക്ക് സഞ്ജു സാംസന്റെയും സൂര്യകുമാർ യാദവിന്റെ ഒക്കെ കളി നേരിട്ട് കാണാൻ വേണ്ട ഒരു അവസരം വന്നിരിക്കുകയാണ്. ഇന്ത്യൻ ന്യൂസിലാൻഡ് തമ്മിലുള്ള 2020 മത്സരം ഈ വരുന്ന 31-ാം തീയതി, ജനുവരി 31-ാം തീയതി നമ്മുടെ തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുകയാണ്. അപ്പൊ ഈ കളി കാണാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്, എത്രയാണ് ടിക്കറ്റിന്റെ റേറ്റ് എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പം കളി കാണാൻ താല്പര്യമുള്ളവരൊക്കെ ഈ വീഡിയോ ഫുള്ള് കാണുക. എങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ടിക്കറ്റ് ജീനി എന്ന് പറയുന്ന ഒരു ആപ്പ് വഴിയാണ് ഇത്തവണ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. ഇത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഇതിൽ നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇന്ത്യ വേഴ്സസ് ന്യൂസിലാൻഡ് 5th 2020 മാച്ച് തിരുവനന്തപുരം എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പം ഇതുപോലെ അണ്ടർസ്റ്റാൻഡ് ഒക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് 500 രൂപയുടെ ടിക്കറ്റ് ആണ് ഇപ്പൊ കാണിക്കുന്നത്. 500, 1200, 2000 എന്നിങ്ങനെയായിരുന്നു ടിക്കറ്റുകൾ ഉണ്ടായിരുന്നത്. ഇപ്പൊ 500ന്റെ മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പൊ ഈ കാണുന്നതൊക്കെ നമ്മുടെ ഗാലറിയാണ്. 2ാം നിലയിലുള്ള ഗാലറിയാണ് ഈ 500 രൂപയുടെ ടിക്കറ്റ്. 1200 ഒക്കെ താഴെയായിരുന്നു, അതെല്ലാം ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഈ ടിക്കറ്റ് നിങ്ങൾ ഏത് ടെറസ് ആണോ ബുക്ക് ചെയ്യുന്നത് അത് നിങ്ങൾ സെലക്ട് ചെയ്തതിനു ശേഷം എത്ര പേരുണ്ടോ അവരുടെ പേരും ഡീറ്റെയിൽസും എല്ലാം ഇവിടെ കൊടുത്താൽ മതി. ഇവിടെ ഇപ്പം അർജുൻ എസ്, എന്റെ പേര്, അതുപോലെ തന്നെ മെയിൽ ഐ ഡി, നമ്മുടെ ഒരു മെയിൽ ഐ ഡി കൊടുക്കുക, അതുപോലെ തന്നെ നമ്മുടെ ഫോൺ നമ്പർ, ഇത്രയും നമ്മൾ കൊടുത്തിട്ട് ഇത് എല്ലാം അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷനിലേക്ക് എത്തും. ഇപ്പൊ ഈ പേയ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് 500, 1000 രൂപയാണ് ഇപ്പൊ പേയ്മെന്റ് ആയിട്ട് വരുന്നത്. അതിനകത്ത് ടാക്സും കാര്യങ്ങളും ഒന്നും കണ്ടില്ല. ഇപ്പൊ ഡയറക്റ്റ് നമ്മൾ 1000 രൂപ തന്നെ പേ ചെയ്താൽ മതി. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ എല്ലാവരും ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്ത് തിരുവനന്തപുരത്ത് പോയി കളി കാണും.